കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മസാലക്കറിയാണ്. അതിന് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. പിന്നെ സോയാബീൻ ഇത് കുതിർത്തണം, വെള്ളത്തിലിട്ടിട്ടില്ല. പിന്നെ ഉള്ളി, കിഴങ്ങ്, തക്കാളി, ക്യാരറ്റ്, കോളിഫ്ലവർ. പിന്നെ എനിക്ക് അരയ്ക്കാനാണിത് തേങ്ങ, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പില. ഇനി ഇതെല്ലാം കൂടി കൂട്ടി ഒന്ന് വറക്കണം. ഞാനിത് വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് വെക്കട്ടോ. ഞാൻ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ വേറെ വേണം. അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഒക്കെ റെഡിയായി. ഈ ഗ്രീൻ പീസ് കഴുകി വെച്ചു, കോളിഫ്ലവർ കഴുകി, ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കഷ്ണം മുറിച്ച് റെഡിയാക്കി വെച്ചു. ക്യാരറ്റും കിഴങ്ങും സവാളയും പിന്നെ തേങ്ങ വറുത്ത് വെച്ചു. ഇനി അതൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഈ ഗ്രീൻ പീസ് ശരിക്കും സെപ്പറേറ്റ് ഒന്ന് വേവിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം, ഇത് ഒന്നിച്ചൊരൊറ്റ അടി അടിക്കണുള്ളൂ കേട്ടോ. ഒറ്റ പ്രാവശ്യം എന്നിട്ട് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ ചീനച്ചട്ടിക്ക് വറക്കാൻ വാട്ടിയിടുന്നതിലേക്ക് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം ഒന്നിച്ച് എല്ലാം പാടെ ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ വന്ന് വാങ്ങാം. ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതിൽ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. ഇത് ഞാൻ ചൂടാക്കിയിട്ടാണ് ഇട്ടത്, അതുകൊണ്ട് അത് കാണിച്ചു തരാത്തത്. 1.5 ടീസ്പൂണ് മുളക് പൊടി, 2.5 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ അതിലിട്ടത്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇതിൽ നല്ലോണം വെള്ളം വേണ്ട കേട്ടോ. വെള്ളമില്ലാത്ത കറിയാണിത്. സൈഡ് കറി ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് മതി. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് ഇളക്കി നോക്കട്ടെ കേട്ടോ. മതി, വെള്ളം മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഉപ്പിൻ്റെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കണക്ക് ഞാനങ്ങനെ പറയുന്നില്ല. ഞാൻ അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ. ഒരൊറ്റ ഇത് വരാൻ പാടുള്ളൂ കേട്ടോ. അധികം വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കഷ്ണങ്ങളൊക്കെ വേവും ചെയ്യും. ഗ്രീൻ പീസ് തന്നെ നല്ലോണം വെന്തുടയാനും പാടില്ല. ഇനി ഞാൻ ഈ തേങ്ങ വറുത്ത് വെച്ചത് തേങ്ങ അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വിസിൽ വന്ന് ഞാൻ വാങ്ങി വെച്ചു. ഇനി അതിലേക്ക് ഈ വറുത്തിടാനായിട്ട് ഞാൻ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു അര കഷ്ണം സവാള, 2 തേങ്ങാക്കൊട്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ഇതെല്ലാം അതിൽ കൂടെ ഇട്ട് വഴറ്റി നോക്കണം. 2 വറ്റൽമുളക് ചെറിയ തീയിലിട്ട് കൊടുക്കട്ടെ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഞാനതിങ്ങനെ മുറിച്ചിട്ടതാണ്. മുളക് കൂട്ടും. സവാള എടുത്ത് നല്ലോണം വാടി വയ്ക്കും. ഇനി ഇത് കുറച്ച് വഴന്ന് വന്നിട്ടില്ല. ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുക്കട്ടെ. ഈ മസാലക്കറി ഉണ്ടല്ലോ, ഞങ്ങളെ ഈ നാട്ടിലൊക്കെ കല്യാണത്തിന് ഒരു വിഭവമാണ് മസാലക്കറി. എല്ലാ നാട്ടിലേക്ക് അത് ഉണ്ടോയെന്ന് അറിയില്ല. അതായത് ഇവിടേക്ക് ഇത് മസാലക്കറി കല്യാണത്തിന് ഏറ്റവും മുന്നിൽ വെക്കുന്ന സാധനമാണ്. ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് ഇതിലേക്ക് ചേർന്ന് വരണം കേട്ടോ. അത് വരുന്നതൊന്ന് വഴന്ന് വരണം. ലേശം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. 10 ഗ്രാമ്പ് ഇതിലേക്കൊക്കെ ഞാൻ അതിലേക്ക് വറുത്തിട്ടുണ്ട്. തേങ്ങയിൽ ഞാനും വേണം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിത് ഈ വേവിച്ച് വെച്ച ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ കണ്ടോ. ഈ ഗ്രീൻ പീസിൻ്റെ വേവൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ.
കേട്ടോ, അത് ഉടയാൻ പാടില്ല. ഗ്രീൻ പീസ് വെന്തുടഞ്ഞാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല, കാണാൻ ഒന്നും ഉണ്ടാവില്ല. ഇത് കൊടുക്കട്ടെ. ഇതൊന്ന് നല്ലോണം അടച്ച് വെച്ചിട്ട് ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അടച്ച് വെക്കുന്നത് എന്താ പറയുക, ഈ കഷ്ണത്തുമ്പോൾ ഈ ഗരം മസാല ഞാൻ പെട്ടിട്ടല്ലേ ഉള്ളൂ, അതൊന്ന് പിടിക്കാനായിട്ട്. ഇന്ന് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനിയും കണ്ട്. ഇനി അതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഈ തേങ്ങ അതിലേക്ക് അരച്ചൊഴിക്കട്ടെ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചാലും രസമാട്ടോ ഇതിന്. തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ വേഗം വേഗം ഉപയോഗിക്കണം. അതിൽ കുറച്ചുകൂടി മൺചട്ടിയിലാണ് ഏറ്റവും നല്ല കേട്ടോ അത് വേവിച്ച് വെക്കാനായിട്ട്. നമ്മളെന്നാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇതല്ലെങ്കിലും വെള്ളം ഇരുന്ന് പറ്റും കേട്ടോ. ഉണ്ടോ, വെള്ളമില്ല ഉണ്ടോ, മസാലയാണ് ഈ കാണുന്നത്. നല്ലൊരു കറിയാണ് കേട്ടോ. ഇപ്പം എനിക്ക് കരിവേപ്പിൻ്റെ ഇല കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചിക്കൻ കറി ഒന്നും വേണമെന്നില്ല, അത്ര രസമായി കറി കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇതിലേക്ക് ഞാൻ ലേശം ഇങ്ങനെ ഒരു നുള്ളി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ ലേശം ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു മസാലക്കറി റെഡി. അപ്പോൾ ഈ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാൻ എന്താണെന്നറിയോ, ഇത് കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളൊന്നും വെന്തുടയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരൊറ്റ വിസിൽ വരുമ്പോൾ തന്നെ നമ്മളത് ഓഫാക്കണം. പിന്നെ ഈ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തോല് പൊടിഞ്ഞിങ്ങനെ വേറെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വേണ്ട പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നാളെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ആവി വന്നാൽ മാത്രം മതി, അത് നല്ല വെന്ത് കിട്ടും. ഇതിപ്പോൾ ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല, എല്ലാം നല്ല പാകമായിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ കഷ്ണം വെന്തിട്ടും ഉണ്ട്, ഉടഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത് റെഡിയായി.